വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ മുരിങ്ങയില എടുത്തതാണേ. അപ്പോൾ പാറുവിനെ കാണിച്ചതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഷൈച്ചേട്ടന് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു, ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ പെൻഡിങ് വർക്ക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറുവിൻ്റെ കുഞ്ഞ് ലാപ്ടോപ്പും കൊണ്ട് അവളും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പോലെ കൂടെ ഇരിക്കാൻ കേട്ടോ പോയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ചക്ക മുറിച്ചില്ലായിരുന്നോ, പഴുത്ത ചക്ക ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ ആ ചക്ക നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയായിരുന്നു. അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു, നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല അത്രയൊന്നും. അപ്പോൾ അമ്മ അത് ബാക്കിയുള്ളത് വരട്ടി വെക്കും കേട്ടോ. അങ്ങനെ വരട്ടി വയ്ക്കാനായിട്ട് ഇതുപോലെ അരച്ച് മിക്സിയിൽ അമ്മ ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് വരട്ടി വയ്ക്കുന്നത്. ശർക്കരയും നെയ്യും പിന്നെ ചുക്ക്, ജീരകം, പിന്നെ ഏലക്കാപ്പൊടി ഇതൊക്കെ ചേർക്കും തോന്നുന്നു. പൊടികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ഈ 3 ചേരുവകൾ എന്തായാലും ചേർക്കും, നെയ്യും നന്നായിട്ട് ചേർക്കും. എന്നിട്ടാണ് വരട്ടി വയ്ക്കണത്. അപ്പോൾ ചക്ക അട ഉണ്ടാക്കാനായിട്ട് അതിൽ നിന്ന് കുറച്ച് ചക്കയുടെ പേസ്റ്റും പിന്നെ ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ കൂടെ ഞാൻ ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്കപ്പോൾ ഒന്ന് അട ഉണ്ടാക്കണം എന്നൊരാഗ്രഹം തോന്നി. ഇവിടെ സാധാരണ വഴനയിലയിലാണ് ഉണ്ടാക്കാറ്. അപ്പം വഴനയില നമ്മുടെ വീട്ടിലില്ല, അടുത്ത വീട്ടിൽ പോയി എടുക്കണം. അപ്പം അമ്മ ആകെ ബിസി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലെ വാഴയിലയിൽ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാഴയില എടുത്തുകൊണ്ട് വന്നാണ് ഷൈച്ചേട്ടൻ. അപ്പം എനിക്ക് കുറച്ച് വാഴയില എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ ഇതുണ്ടാക്കാൻ പോവാണ്. ഈ ചക്കയുടെ അട ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇങ്ങനെ കുക്കാവുമ്പോൾ തന്നെ നല്ല മണമാണ്. പിന്നെ വഴനയിലയിലും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതരം വാസനയാണ്. ആ പരിസരം മുഴുവനും അറിയാം അവിടെ അത് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇന്ന് നമ്മളുടെ വൈകുന്നേരം ഒന്ന് കഴിക്കാൻ പലഹാരമായിട്ട് ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര മധുരം ചേർത്തിട്ടില്ല, ഒരു ലൈറ്റ് മധുരമാണ് ചേർത്തിരിക്കുന്നത്. കാരണം ചക്കയ്ക്ക് ഇച്ചിരി മധുരമുണ്ട്, പിന്നെ നമ്മുടെ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരുമല്ലോ. നല്ല അടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാഴയിലയിൽ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. വഴനയില ഇവിടങ്ങളിലെ കോട്ടയം സ്പെഷ്യലാണ് വഴനയിലയിൽ. അപ്പം വഴനയില അപ്പം പിന്നെ വേറെ കുമ്പിളപ്പം എന്നൊക്കെയാണ് ഇതിനെ സാധാരണ പറയണത് കേട്ടോ. ഞാൻ ചില സമയത്ത് ചെന്നൈക്ക് തിരിച്ചു പോരുന്ന സമയത്ത് അമ്മ ഇതുപോലെ നമുക്ക് അട ഉണ്ടാക്കണ ഇല ഉണ്ടല്ലോ, വഴനയില, അത് തന്നുവിടും. കാരണം ചക്ക വരട്ടിയത് നമുക്ക് തന്നുവിടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിലുണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇല എടുത്തിട്ടും നമുക്കിങ്ങനെ ഇതുപോലെ പാക്ക് ചെയ്ത് തന്നുവിടും കേട്ടോ. ഇത് നമ്മുടെ കുമ്പളങ്ങയാണ്. ഇവിടെ എപ്പോഴും കുമ്പളങ്ങ പടർത്തി വിടും. ചിലപ്പം മാവിലേക്ക് പടർന്നിട്ട് അതിൻ്റെ മുകളിൽ മുഴുവൻ ഉണ്ടാവും. ഇതിപ്പം പുറത്ത് വാഷ്റൂമിൻ്റെയൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ പടർന്ന് കയറിയേക്കണം. അപ്പോൾ അതിനൊരു ചൂടും കുറയുമല്ലോ. അപ്പം നിറയെ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ആവശ്യത്തിനും അതിൽ കൂടുതലൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ വെച്ച് പച്ചടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അമ്മ ഞങ്ങൾ വന്നിട്ട്. നമ്മുടെ ഈ കുമ്പളങ്ങ വെച്ച് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പച്ചടി ചടപടാന്ന് അന്ന് തന്നെ തീർന്നു. നല്ല ടേസ്റ്റുള്ളൊരു കുമ്പളങ്ങയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇതുപോലെ ജാതികളുണ്ട് കേട്ടോ നിറയെ. നമ്മളുടെ സ്ഥലമല്ല, അത് അപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ അവർക്ക് ജാതി കൃഷിയുണ്ട്. അപ്പം നിറയെ ഇങ്ങനെ ജാതിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ. ജാതിക്ക് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതും ചില ജാതിക്കൊക്കെ പൊട്ടി അതിൻ്റെ ഉള്ളിലത്തെ ആ റെഡ് കളറിൽ ആ ഒരു അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ ജാതിപത്രി, അതൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം വൈകുന്നേരം ആയപ്പോഴേക്കും ഇതുപോലെ ഒരു മഴക്കാറും കേട്ട് ചെറിയൊരു കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നാൽ മാങ്ങ പൊട്ടിക്കാൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ട് ഈ മാവിലാണേ, പ്രിയൂരുമാവാണിത്. ഈ മാവിലാണെങ്കിൽ കുറച്ച് പഴുത്ത് വീഴുന്നതൊക്കെ പുഴുവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെനച്ച് ഒരു പാകമായി കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല പാകത്തിന് നമുക്ക് പഴുപ്പിച്ചെടുക്കാൻ പറ്റും. അതിലൊന്നും പുഴു ഉണ്ടാവില്ല. പക്ഷേ അതിൽ കിടന്ന് പഴുക്കുകയാണെങ്കിൽ പുഴു വരും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ പാകത്തിന് പൊട്ടിച്ച് നമ്മൾ വയ്ക്കും, എന്നിട്ട് പഴുപ്പിച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത്തവണ വളരെ കുറച്ചൊരു കമ്പിൽ മാത്രമാണ് മാങ്ങ ഉണ്ടായത്, അല്ലെങ്കിൽ നിറയെ ഉണ്ടാവണതാണ്. കഴിഞ്ഞ വർഷമൊക്കെ നിറയെ ഉണ്ടായി, ഇത്തവണ അത്രേ ഉണ്ടായുള്ളൂ. വേനലായതുകൊണ്ട് തന്നെ അമ്മയുടെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും ആകെ ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുകയാണേ. എല്ലാം ചിലതൊക്കെ ഇങ്ങനെ മുരണ്ട് പോയി, ചിലതൊക്കെ ഇങ്ങനെ മഞ്ഞപ്പൊക്കെ വന്ന്. മുളകൊക്കെ മഞ്ഞപ്പ് വന്നത് ചൂടിൻ്റെ ഉണ്ട്, പിന്നെ അതിന് എന്തൊക്കെയോ മഗ്നീഷ്യം കുറവാണെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയണ കേട്ടിട്ട്. എനിക്ക് അതിനെപ്പറ്റി അത്രയ്ക്ക് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടാ.
പിന്നെ കുറച്ച് എപ്പോഴും നമ്മുടെ ഈ മുകളിലേക്ക് ഈ കോവൽ പടർന്ന് കയറി കിടപ്പുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നല്ല തക്കട് മുണ്ടനായിട്ടുള്ള കോവയ്ക്കാണ് കേട്ടോ ഇത്. നീളമല്ല, നല്ല ഉണ്ട കോവയ്ക്കാണ്. അപ്പോൾ അതിനൊരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വേനൽ സമയമാകുമ്പോഴേക്കും ചെറുതായിട്ടൊന്നും ഇതാവും. നല്ല മഴ പിടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞ് ആ മഴയൊക്കെ കുറഞ്ഞ് നല്ലൊരു കാലാവസ്ഥ വരുമ്പോഴേക്കും നിറയെ ഇങ്ങനെ തളിരിട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു പുളിയുറുമ്പിൻ്റെ കൂടാണ് കേട്ടോ. ഈ പുളിയുറുമ്പിൻ്റെ കൂട് ശരിക്കും നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് പറയും. അത് എന്നോട് ഷൈച്ചേട്ടനാണ് കേട്ടോ പറഞ്ഞു തന്നെ. കാരണം നിറയെ ഇങ്ങനെ മിഷർന്നാണല്ലോ എന്നെ പറയുന്നത്. അതാണ് മേളിലൊക്കെ ഈ ഇതിലൊക്കെ ചെടികളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പം ഈ പയറിൻ്റെ അവിടെ ഇരിക്കുന്നത് കണ്ടോ, അതിൽ വരുന്ന കീടങ്ങളെയൊക്കെ അത് വന്ന് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷിക്ക്. അപ്പോൾ അതുകൊണ്ട് അത് കളയൂല കേട്ടോ. കൂട് അങ്ങനെ തന്നെ വെക്കും. പുഴുക്കളെയും ഒക്കെ അത് വന്ന് കഴിക്കും. അപ്പോൾ ചെടിക്ക് നല്ലതാണെന്ന് പറയും അത്. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ ചക്കപ്പുഴുക്കുണ്ടല്ലോ, അത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ 2 ദിവസത്തേക്ക് കണക്കൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അത് ഇച്ചിരി ഒരുക്കിയെടുക്കാൻ ഇച്ചിരി പാടാണല്ലോ. അപ്പോൾ അത് ചുമ്മാ ചൂടാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ കറികളുടെ കൂടെ കഴിക്കുക. അപ്പോൾ സന്ധ്യ ആകുമ്പോഴേക്കും അച്ഛന് ഇങ്ങനത്തെ പലഹാരങ്ങൾ ഇങ്ങനത്തെയാണ് ഇഷ്ടം. ചക്ക അല്ലെങ്കിൽ കപ്പ ഇതുപോലെ പുഴുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അത് മീൻകറി കൂട്ടിയിട്ടൊക്കെയാണ് അച്ഛൻ കഴിക്കണത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ എന്തായാലും അത് ഉണ്ടാവും. പിന്നെ ഞാൻ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അട ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നേരത്തെ ഈ ചക്ക പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതമ്മ വരട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കറുത്ത കളറിൽ കാണുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നല്ല ശർക്കരയായിരുന്നു അത് നേരത്തെ എടുത്തപ്പോൾ. അതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന അത്രയും ശർക്കര ഇട്ടു. ബാക്കി അമ്മ പാനിയാക്കി ഒഴിക്കാം. അത് എങ്ങനെയാണ്, പൊടി കരടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പാനിയാക്കി ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് നെയ്യും എല്ലാം കൂടെ ചേർത്ത് നല്ല വരട്ടി എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഡാർക്ക് കളറാവും കേട്ടോ. ഇതുപോലെ ഇരിക്കും. അത്രയും ചക്കയാണ് ഈ വരട്ടി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് നാളിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ നോർമൽ ടെമ്പറേച്ചർ റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. ഞങ്ങൾക്ക് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്